നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മാർച്ച് മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവക്കൂറാണ്. അപ്പോൾ ഇടവത്തിൽ ജന്മത്തിൽ തന്നെയാണ് വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജന്മരാമോ അനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമാണുള്ളത്. അതായത് ശ്രീരാമേന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിലുള്ള ഒരു അലച്ചിലും കാര്യങ്ങളൊക്കെ അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് ഇത്തിരി വ്യാഴപ്പഴമാണ്. അതിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്താർച്ചനയൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ 2ാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. അപ്പം 12ാം ഭാവാധിപതി 2ാം ഭാവത്തിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ അനുഭവപ്പെടാം. നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. എടുത്തിയാടി സംസാരിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയമാണ്. അതേപോലെ തന്നെ 5ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ്. സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. 10ൽ നിൽക്കുന്ന ശനി കണ്ടശനിയുടെ ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ ശശമഹായോഗത്തിൻ്റെതായിരിക്കുന്ന ഒരു ഗുണമുണ്ട്. ശശമഹായോഗത്തിൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ രാജപ്രിയോ ദേശപുരാനാഥോ ചെയ്യുന്ന തൊഴിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനും നാട്ടിലെല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു ഗുണം ഈ സമയത്ത് കിട്ടുന്നുണ്ട്. എന്നാൽ പോലും 29ാം തീയതി കണ്ടശനി മാറി സർവാഭിഷ്ട സ്ഥാനത്തേക്ക് ശനി വരും. അതിനുശേഷം കണ്ടശനിയുടേതായിരിക്കുന്ന ദോഷം മാറി. ഈ മാസത്തിൽ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സർവാഭിഷ്ട സ്ഥാനത്ത് ബുധശുക്ര യോഗമുണ്ട്. അപ്പോൾ ലഗ്നാധിപതി ഉച്ചബലവാനായിട്ടാണ് മീനൻ രാശിയിൽ നിൽക്കുന്നത്. അതിനോട് ചേർന്ന് 5ാം ഭാവാധിപതിയും ധനാധിപതിയുമായിരിക്കുന്ന ബുധൻ നിപുണായോഗം ചെയ്തിട്ട് 11ാം ഭാവത്തിൽ സർവാഭിഷ്ട സ്ഥാനത്തുണ്ട്. അപ്പോൾ നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഉച്ചരാശിയാധിപതി ആയിരിക്കുന്ന ശുക്രൻ ഉച്ചസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട്. എങ്കിലും രാഹുകേതുക്കളുടെ ഒരു ബന്ധനാവസ്ഥയുള്ളത് കാരണം കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അധികരിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങണം. അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന ചെയ്യുന്നതിനോടൊപ്പം തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹു പൂജയും കേതു പൂജയും ചെയ്യുന്നത് മേൽപ്പറയപ്പെട്ട ദോഷങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഉത്തമമാണ്. ദാമ്പത്യ സംബന്ധമായിട്ട് വലിയ ഗുണം അനുഭവപ്പെടാൻ യോഗമുള്ളൊരു സമയമാണ്. കാരണം 7ാം ഭാവാധിപതി രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം തറവാട് സ്വത്ത് കൈവശം വരിക, അതേപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ തന്നെയാണ് കാണുന്നതെങ്കിലും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയും സംസാരം വളരെ ശ്രദ്ധിച്ചില്ല വേണ്ടപ്പെട്ടവരുമായിട്ട് അകൽച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല അഭക്ഷ്യമായ വസ്തുക്കളുള്ളിൽ ചെല്ലാനുള്ളൊരു യോഗം കൂടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഭക്ഷണം വളരെ ശ്രദ്ധിച്ചു വേണം. അശുദ്ധിയുള്ള ഭക്ഷണം ഉള്ളിൽ ചെല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതേപോലെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സൗമ്യമായിട്ട് സംസാരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കാരണമുണ്ട് ദേവീ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.